ഹായ്. ബീറ്റ്റൂട്ട് കൊണ്ട് തോരൻ ഉണ്ടാക്കാറുണ്ടോ നിങ്ങൾ? അതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്താലോ? രുചി ഒന്നുകൂടി കിടിലമാകും. ഇന്ന് വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ബീറ്റ്റൂട്ട് മുട്ട തോരനാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബീറ്റ്റൂട്ട് ചോപ്പറിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, മുട്ട ഒരെണ്ണമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സവാള, പച്ചമുളക്, കറിവേപ്പില ഒക്കെ കൂടിയിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളകാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ല പോലെ വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എന്നും ബീറ്റ്റൂട്ട് തോരൻ കഴിച്ച് മടുത്തവർക്ക് ഈ ഒരു സ്പെഷ്യൽ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു മധുരവും എരിവും ആ മുട്ടയുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ കിടിലൻ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ ഞാൻ ആ ബീറ്റ്റൂട്ട് തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതൊരു 2-3 തവണ മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നല്ല പോലെ വെന്ത് കിട്ടണം. അതിനായിട്ട് നല്ലപോലെ മൂടി വെച്ച് തട്ടിപ്പൊത്തി വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുവാണ് കേട്ടോ. കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊന്നും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ 2-3 തവണയായിട്ട് ഞാൻ മൂടി തുറന്ന് ഇളക്കി വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഞാൻ ഒന്ന് മൂടി വെച്ച് വേവിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഒന്നാമതേ ബീറ്റ്റൂട്ടിൻ്റെ ഒരു മധുരമുണ്ട്, തേങ്ങയുടെ ഒരു മധുരവും കൂടെ വരുമ്പം കറി മൊത്തത്തിലൊരു മധുരമായി പോവും. അതുകൊണ്ട് പാകത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ ഇടാൻ ഇഷ്ടമില്ലാത്തവർ തേങ്ങ ഇട്ട് കൊടുക്കണ്ട. തോരനാണല്ലോ, ഞങ്ങളുടെ ഇവിടെയൊക്കെ തേങ്ങ ഇടുന്നതിന് തോരൻ എന്നാണ് കേട്ടോ പറയുന്നത്. അല്ലാത്ത കറികൾക്ക് മെഴുക്ക് വരട്ടി എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ആ തേങ്ങയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയ്ക്ക് ഒന്ന് പച്ചമണമൊക്കെ മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നടുഭാഗത്തൊരു കുഴി പോലെ ആക്കി എടുക്കണം കേട്ടോ, മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിനായിട്ട്. അതിന് മുന്നേ ഞാൻ കുറച്ച് തോരനെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് അധികം ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെക്കുവാണ് കേട്ടോ വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ട്, ചോറിന് കറിയായിട്ട്. വൈകുന്നേരം വരെ ഉള്ള കറിയല്ല കേട്ടോ ഇത്, അത് ഉച്ചയ്ക്കൊരു നേരത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കറിയാണ്. മുട്ടയൊക്കെ പൊരിച്ചിട്ട് വൈകുന്നേരം വരെ വെച്ചിരിക്കുന്നത് ഒരു ടേസ്റ്റ് ഇല്ല, നമുക്ക് ചൂടോടുകൂടി കഴിക്കാനാണ് കേട്ടോ ഇത് ടേസ്റ്റ്. അപ്പോൾ ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ അതൊന്ന് ചിക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമുക്ക് ആ തോരനിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. തോരനായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ല പോലെ ഇളക്കി ചിക്കിയെടുക്കാം മുട്ടയൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബീറ്റ്റൂട്ട് മുട്ട തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇതാ മുട്ടയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബീറ്റ്റൂട്ടിൻ്റെ കൂടെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ, നല്ലപോലെ അതിൻ്റെ ഒരു കളറൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. അപ്പോൾ ഇതാ നമ്മുടെ ബീറ്റ്റൂട്ട് മുട്ടത്തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബീറ്റ്റൂട്ട് മുട്ടത്തോരൻ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.